നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് വന്നിട്ട് ഈ 4000 വാച്ച് അവേഴ്സ് തികയ്ക്കാനായിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യും, കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് പുതിയ യൂട്യൂബേഴ്സൊക്കെ. അപ്പോൾ പലരും ഈ ഇൻസ്റ്റാഗ്രാമിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ പറയാറുണ്ട്, പണം കൊടുത്തിട്ട് പെട്ടെന്ന് മോണറ്റൈസ് ചെയ്തു തരാം, കുറച്ച് ക്യാഷൊക്കെ കൊടുത്താൽ നമ്മളുടെ ചാനൽ വേഗം മോണറ്റൈസ് ചെയ്ത് തരുന്നതായിരിക്കും എന്നുള്ളത്. നമ്മളൊരു ചാനൽ തുടങ്ങിയ ഒരു സമയമായിരിക്കും പുതിയ യൂട്യൂബേഴ്സ്, അപ്പോൾ അതിലോട്ട് വലിയ വീഡിയോസോ ആ വീഡിയോസിലോട്ട് വ്യൂസോ ഒക്കെ വരാത്തൊരു സമയമായിരിക്കും. അപ്പം എല്ലാവർക്കും വന്നിട്ട് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മോണറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ടുള്ള 4000 വാച്ച് അവേഴ്സും 1000 സബ്ബും എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് വാച്ച് അവേഴ്സും സബ്ബും ഒക്കെ വളരെ കുറഞ്ഞ അളവിലായിരിക്കും ഉള്ളത്. അപ്പോൾ എല്ലാവരും എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആക്കി തരുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ എന്നുള്ളത്. മാത്രമല്ല, ഈ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൽ നിന്ന് ഏർണിങ്സ് മാസമൊക്കെ ലഭിക്കുമ്പോഴേക്കും റവന്യൂ കിട്ടുമ്പോൾ നമ്മൾ ഇതിന് പകരമായിട്ട് കുറച്ച് ക്യാഷ് ആദ്യമേ കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് തിരിച്ച് യൂട്യൂബിൽ നിന്നും ക്യാഷ് വരാൻ തുടങ്ങുമല്ലോ എന്ന് എല്ലാവരും തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ പണം കൊടുത്തിട്ട് മോണറ്റൈസ് ചെയ്താൽ ശരി, മാസം യൂട്യൂബിൽ നിന്നും വരുമാനം വരാൻ തുടങ്ങുമ്പോൾ ഇത് വന്നിട്ടൊരു പ്രശ്നമുള്ളൊരു കാര്യമല്ല, നമ്മൾക്ക് തിരിച്ചും വരുമാനം യൂട്യൂബിൽ നിന്നും ലഭിക്കുമല്ലോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഈ 4000 വാച്ച് അവറും 1000 സബ്ബും പിന്നെ ഷോർട്സ് മാത്രം ഇടുന്നവർക്കൊക്കെ ആണെങ്കിൽ ഫുൾ മോണറ്റൈസേഷന് 10 മില്യൺ വ്യൂസും, ഹാഫ് മോണറ്റൈസേഷന് 3 മില്യൺ വ്യൂസുമാണല്ലോ. അപ്പോൾ ഇതിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ വ്യൂസൊക്കെ നമുക്ക് ധാരാളം കിട്ടി, അത് ഓർഗാനിക്കായിട്ട് വളരുമ്പോൾ മാത്രമേ നമ്മൾക്ക് അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ക്യാഷൊക്കെ കൊടുത്തിട്ട് നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നത് വന്നിട്ട് അതൊരു വേറെ സംഭവമാണ്. സാധാരണ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യൂട്യൂബ് വയ്ക്കുന്ന ഒരു ലിമിറ്റാണ് ഈ 1000 സബ് 4000 വാച്ച് അവർ എന്നുള്ളത്. എന്തുകൊണ്ടാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബ് ഇത് കട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ചാനൽ മോണി ആകണമെങ്കിൽ 10 സബ് ആദ്യത്തെ ഒരു 3 വീഡിയോസും ഒക്കെ ഇട്ടാൽ ചാനൽ മോണറ്റൈസ് ആകുന്നു എന്ന് യൂട്യൂബ് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു റൂള് വന്നിട്ട് നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ആയി എന്ന് തന്നെ ഇരിക്കട്ടെ. നമ്മളുടെ ചാനലിന് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? യൂട്യൂബ് ഈ ക്രൈറ്റീരിയ ഒക്കെ ഒഴിവാക്കി വളരെ ലിബറലൈസൊക്കെ ചെയ്തു റൂൾസ്. എല്ലാവർക്കും ചാനൽ മോണിറ്റൈസേഷൻ ആകാനൊക്കെ തുടങ്ങി. ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയി. കാരണം 10 സബ് 3 വീഡിയോസും ഒക്കെയാണ് ക്രൈറ്റീരിയ എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ 10 സബ് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടും, 3 വീഡിയോസും ഒക്കെ ചെയ്ത് ചാനലും മോണിറ്റൈസ് ആയി. ഇവിടെ കാശൊന്നും കൊടുക്കുന്നുമില്ല. യൂട്യൂബ് അതിൻ്റെ ക്രൈറ്റീരിയ താഴ്ത്തിയത് കൊണ്ട് എൻ്റെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയി എന്ന് ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത ദിവസം തൊട്ട് വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും ഒരു 5-10 പേരൊക്കെ കാണുന്നില്ല, ഒരു 50 പേരെങ്കിലും കാണുന്നു എന്ന് പറഞ്ഞോളൂ. വിചാരിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഡോളേഴ്സൊക്കെ ആയിട്ടായിരിക്കും നമ്മൾക്ക് അഡ്സെൻസിൽ കയറുക. വെറും പൈസ കണക്കിൽ മാത്രമായിരിക്കും, കുറച്ച് വ്യൂസ് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ആ വ്യൂസ് വഴി കിട്ടുന്ന റവന്യൂ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റവന്യൂ ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ റവന്യൂ ഒക്കെ $1 വളരെ താഴെ വരികയുള്ളൂ. കാരണം 10-15 വ്യൂസൊക്കെ അല്ലേ നമ്മൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഡോളർ പേയ്മെൻറ്റ് നമുക്ക് കിട്ടേണ്ടി വരുന്ന ആ സമയം തന്നെ ഒരു 2 വർഷമൊക്കെ അങ്ങനെ നീണ്ടു പോകും. അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് യൂട്യൂബിൻ്റെ ചാനൽ തന്നെ നിർത്തിയിട്ട് പോകേണ്ടി വരും. കാരണം എത്രയും കഷ്ടപ്പെട്ടാലും ഈ $1 കിട്ടാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ചിലവും നമ്മളുടെ എനർജിയും സമയവും ഒക്കെ ചിലവാക്കി നല്ല കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കിയിട്ടും ഇത്രയും കുറഞ്ഞ വ്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പ്രയോജനം അതുകൊണ്ട് ലഭിക്കില്ല. പക്ഷേ ഇതേ കാര്യം നമുക്ക് മറിച്ച് ചിന്തിക്കാം. അപ്പം 1000 സബ് 4000 വാച്ച് അവരൊക്കെ ഒരു വർഷത്തിൽ വേണമെന്ന് യൂട്യൂബ് പറയുമ്പോഴേക്കും ആദ്യം 10-20 വ്യൂസൊക്കെ കിട്ടിപ്പോയി. പക്ഷെ കുറേ കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഉണ്ടാക്കി ഭാഗ്യത്തിന് ഏതെങ്കിലും ഒരു വീഡിയോ വൈറലൊക്കെ ആയിട്ട് ഒരുപാട് പേരൊക്കെ വന്ന് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വാച്ച് അവറിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവും. ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ കുറച്ച് വീഡിയോസെങ്കിലും ധാരാളം പേരിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വാച്ച് അവേഴ്സും പെട്ടെന്ന് കയറാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇനി വീഡിയോ ഒക്കെ ചെയ്യുന്നത് നല്ലവണ്ണം ആളുകളൊക്കെ ക്ലിക്ക് ചെയ്തു അതൊക്കെ വന്ന് കണ്ടു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് തന്നെ വാച്ച് അവേഴ്സും കൂടി മോണിറ്റൈസ് ആയി നമുക്ക് പേയ്മെൻറ്റും വേഗം തന്നെ ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഒരു ക്രിയേറ്റർ വന്നിട്ട്
ഇത് ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് കിട്ടുന്ന ദിവസത്തിന് വേണ്ടിയാണ് എല്ലാ ക്രിയേറ്റേഴ്സും കാത്തിരിക്കുന്നത്. അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മുഹൂർത്തം തന്നെയാണ്, തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല. പിന്നെ ഈ സിൽവർ പ്ലേ ബട്ടണോ അങ്ങനത്തെ പ്ലേ ബട്ടണൊക്കെ ധാരാളം സബ്സ്ക്രൈബേഴ്സൊക്കെ ചാനലിന് കിട്ടാറുമുണ്ട്. അപ്പോൾ റവന്യൂ കൂടണമെങ്കിൽ ഒരു സബ്സ്ക്രൈബർ ബേസ് തന്നെ ആദ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ലൈവ് വഴിയായിട്ടായിരിക്കാം, നിങ്ങൾ നല്ല കണ്ടൻറ്റ് ഇടുക, ഷോർട്സ് ഇടുക, അങ്ങനെ ഒരു നല്ല സബ്സ്ക്രൈബർ ബേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം വ്യൂസൊക്കെ കുറവാണെങ്കിലും പിന്നീട് നിങ്ങളുടെ കണ്ടൻറ്റ് അവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും സാവധാനം അത് വ്യൂസ് കയറാൻ തുടങ്ങും. വൺസ് നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പിറകോട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല. വളരെ വേഗത്തിലായിരിക്കും ആ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനായിട്ട് എന്നും കുറച്ച് സമയമെങ്കിലും നീക്കി വെക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം. കുറുക്കു വഴികളൊന്നും തന്നെ ഇല്ല വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്. കഠിന പരിശ്രമവും നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം, അതൊക്കെ ആലോചിക്കുക, അതുപോലെ പ്രവർത്തിക്കുക. അപ്പോൾ എന്നും ഇത് പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്ത വാച്ച് അവേഴ്സിൻ്റെ ഇങ്ങനത്തെ ടിപ്സും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വ്യൂവേഴ്സ് ഇത് കാണേണ്ട, അവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പോൾ ഇതുപോലെ ഇനിയും വീഡിയോസും ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നല്ല നല്ല കമൻസ് തരുന്ന സഹോദരന്മാർക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ നിങ്ങളുടെ മോട്ടിവേഷനാണ് എൻ്റെ ശക്തി, എൻ്റെ പോസിറ്റീവ് എനർജി. തുടർന്ന് ഇതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾക്ക് ഉടനെ കാണുന്നവരെ ബൈ.